കൈരളിയുടെ ചോദ്യങ്ങളോട് അസഹിഷ്ണുത പ്രകടിപ്പിച്ച ജോർജ് കുര്യൻ MP കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് വേണ്ടി സഹായം പ്രഖ്യാപിക്കേണ്ടതില്ലെന്ന വിചിത്രമായ മറുപടിയുമായി കേന്ദ്ര സഹമന്ത്രി. വയനാട് പാക്കേജ്, എയിംസ് എന്നീ ആവശ്യങ്ങൾ ബജറ്റിലൂടെയല്ല പരിഗണിക്കേണ്ടതെന്നും മന്ത്രി പറയുന്നു. കേരളത്തിന്റെ ആവശ്യങ്ങളെ തഴഞ്ഞതിനെ പറ്റിയുള്ള കൈരളി ന്യൂസിന്റെ ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു ജോർജ് കുര്യൻ. അപ്പോൾ ബജറ്റിൽ ഒരിക്കലും അത് അങ്ങനെ വരാറില്ല. അത് ഇപ്പം അങ്ങനെയാണെങ്കിൽ അന്നും പറഞ്ഞാൽ പോരെ, ബജറ്റിൽ ഇത് ഉൾപ്പെടുത്തണം, ഇത്ര കോടി ഉൾപ്പെടുത്തണമെന്ന് കേരള ഗവൺമെൻറ് ആവശ്യപ്പെടേണ്ടിയിരുന്നു. അതല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ സ്റ്റെപ്പായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ബജറ്റിൽ ഒരിക്കലും വരില്ല, ഒരു സ്റ്റേറ്റിൻ്റെയും വരാറില്ല. അത് ബജറ്റിലല്ല പ്രഖ്യാപിക്കുന്നത്. അതായത് ബജറ്റിലല്ല പ്രഖ്യാപിക്കുന്നത്, അതിൻ്റെ സീനിയോറിറ്റി അനുസരിച്ച് കൊടുക്കും. ഓരോ സ്റ്റേറ്റും ഇങ്ങനെ നേരത്തെ ഉണ്ടല്ലോ, ഇപ്പോൾ ഈ വർഷം മുഴുവൻ കൊടുത്തു. അപ്പോൾ അവർക്കായിരിക്കുമല്ലോ ആദ്യം കിട്ടുന്നത്. അടുത്ത വർഷം അതിൻ്റെ പ്രക്രിയ പൂർത്തിയാക്കുക, അങ്ങനെ കൊടുക്കുന്നത്. സിബി ഉണ്ട് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. സിബി, കേവലം രാഷ്ട്രീയ താൽപര്യങ്ങൾ മാത്രമാണ് ഈ ബജറ്റിൽ ഉടനീളം നിഴലിച്ചു നിൽക്കുന്നത് എന്ന വിമർശനങ്ങൾ ഉയർന്ന ഘട്ടത്തിൽ, ബീഹാറും ഡൽഹിയും മുൻനിർത്തിയുള്ള പദ്ധതികൾ മാത്രം പ്രഖ്യാപിച്ചു എന്ന വിമർശനങ്ങൾ നിലനിൽക്കുന്ന ഘട്ടത്തിൽ, തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന സംസ്ഥാനങ്ങൾക്ക് മാത്രം, BJP അനുകൂല സംസ്ഥാനങ്ങൾക്ക് മാത്രം പദ്ധതികൾ പ്രഖ്യാപിച്ചു എന്ന വിമർശനങ്ങളൊക്കെ നിൽക്കുന്ന ഘട്ടത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനത്തിന് എന്തു കൊടുത്തു, എന്തു കൊടുക്കുന്നു എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ടാണ് ഈ ബജറ്റ് നിൽക്കുന്നത്. ആ വിമർശനങ്ങൾ ഈ കഴിഞ്ഞ മണിക്കൂറുകൾ അലയടിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ കേരളത്തിലെ ഈ കണ്ട ജനങ്ങൾക്ക് മുമ്പിൽ പരിഹാസ്യനാകുന്ന നിലപാടാണല്ലോ MP-യുടേത്. തീർച്ചയായും അത് തന്നെയാണ് അല്ല. കാരണം അദ്ദേഹം കേന്ദ്ര ബജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥലത്ത് പോലും അല്ലെങ്കിൽ ഓരോ പദ്ധതിയെ കുറിച്ച് പോലും അദ്ദേഹത്തിന് കൃത്യമായ ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഈ വയനാട് സഹായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളം ആവശ്യപ്പെട്ട കാര്യം ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് വയനാട്ടിലുള്ള സഹായം ഡിസാസ്റ്റർ മാനേജ്മെന്റിന് കീഴിലാണ്, അത് ബജറ്റിൽ ഉൾപ്പെടുത്താറില്ല. മാത്രമല്ല ബജറ്റിൽ ഉൾപ്പെടുത്തണമെന്ന് കേരളം സർക്കാർ ആവശ്യപ്പെട്ടിട്ടുമില്ല എന്നുള്ള ഒരു വിചിത്രമായ വാദം അദ്ദേഹം ഉന്നയിക്കുകയാണ്. ഒരു സംസ്ഥാനത്തിനും ഈ ദുരന്ത പാക്കേജ് ബജറ്റിൽ കൊടുക്കാറില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അത് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, കഴിഞ്ഞ ബജറ്റിൽ ബീഹാറിനും ആന്ധ്രയ്ക്കും 1100 കോടി രൂപയാണ് പ്രളയ സഹായമായി നൽകിയതെന്ന കാര്യവും വിസ്മരിക്കാനാവില്ല. എന്തായാലും അദ്ദേഹം ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞുകൊണ്ട് അതിനെ ഖണ്ഡിക്കാൻ ശ്രമിക്കുന്നു. മറ്റൊന്ന് എയിംസ് പതിറ്റാണ്ടുകളായി കേരളത്തിന്റെ ചിരകാല സ്വപ്നമാണ്. അതിന്റെ എല്ലാത്തിന്റെയും പൂർത്തീകരിച്ച് നിലനിൽക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് എയിംസും ഈ ബജറ്റിലല്ല പ്രഖ്യാപിക്കേണ്ടത്, അത് ആ മുൻഗണന അനുസരിച്ച് സംസ്ഥാനങ്ങൾക്ക് ബജറ്റിന് പുറത്തു നൽകും. അത് എയിംസിന്റെ പ്രക്രിയ കേരളം ഇപ്പോഴും പൂർത്തീകരിച്ചിട്ടില്ല എന്നൊരു പച്ചക്കള്ളം കൂടി അദ്ദേഹം പറയാൻ ശ്രമിക്കുകയാണ്. അതുകൂടാതെ ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് നൽകുന്ന ഇത്തരത്തിൽ വലിയൊരു പരിഗണന നൽകുന്ന കാര്യം ചൂണ്ടിക്കാട്ടിയപ്പോൾ അദ്ദേഹം പറയുന്നത് പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനമാണ് ബീഹാർ, അതുകൊണ്ടാണ് നൽകിയത്. ഇനി കേരളം പിന്നോക്കമാണെന്ന് പ്രഖ്യാപിക്കൂ, അപ്പോൾ നിങ്ങൾക്ക് നൽകാം. കേരളത്തിൽ റോഡില്ല, വിദ്യാഭ്യാസമില്ല, അടിസ്ഥാന സൗകര്യമില്ല, സാമൂഹ്യ പശ്ചാത്തലമില്ല എന്ന് നിങ്ങൾ പറയട്ടെ, അപ്പോൾ ഞങ്ങൾ കമ്മീഷനെ വെച്ചുകൊണ്ട് ആ കേന്ദ്ര സർക്കാരിന്റെ റിപ്പോർട്ട് തേടി സഹായിക്കാമെന്നുള്ളൊരു വിചിത്രമായ വാദമാണ് ഈ കേരളത്തിൽ നിന്നുള്ള ഒരു കേന്ദ്രമന്ത്രിയായ ജോർജ് കുര്യൻ പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും ആശയവേദനകരമായ കാര്യം. അല്ല, ശരി, ദില്ലിയിൽ നിന്ന് സിബി ജോസഫ് വിവരങ്ങൾ നൽകിയത്.